എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പേപ്പർ കപ്പ് ഹാങ്ങിങ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധികം പൈസ ചിലവൊന്നുമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ കപ്പ് ഹാങ്ങിങ് ആണ്. ഇത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി വീട്ടിൽ മനോഹരമായി എവിടെയെങ്കിലും ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് അമ്മുവാണ്. അമ്മു ഇത് ഉണ്ടാക്കി വളരെ വിശദമായി പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഹാങ്ങിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഈ കമ്പിയുടെ മണ്ടയിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള കമ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് എടുക്കണം. നമ്മൾ അയ കെട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പിയാണ്. ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വാട്ടർ ബോട്ടിലാണ് എടുക്കുന്നത്. ഒരു വലിയൊരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. കൈവച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ കൈവച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. 2 പ്രാവശ്യം ഒന്ന് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പി എടുത്ത് മാറ്റിയതിൻ്റെ ശേഷം ഏതെങ്കിലും ഒരു ഗ്ലൂ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗൺ ഗ്ലൂ ആണ് എടുക്കുന്നത്. ഏതെങ്കിലും സൂപ്പർ ഗ്ലൂസ് എടുക്കാം. നമുക്ക് ഫെവിക്കോൾ ആണെങ്കിലും മതി. അതിൻ്റെ അറ്റത്ത് തേച്ച് കൊടുത്തിട്ട് നമുക്ക് 2 എണ്ണം കൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. നല്ലപോലെ പശ വെച്ചിട്ട് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കമ്പിയാണ്. 2ഉം കൂടെ നല്ലപോലെ ഒട്ടിച്ചതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ മണ്ടേ നല്ലപോലെ ഒന്ന് ഒരു സാധനം വെച്ചിട്ട് എന്തെങ്കിലും ചുറ്റിക്കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇത് ആ ഒരു കമ്പി കവർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു തുണിയാണ് എടുക്കുന്നത്. ഇത് എലാസ്റ്റിക് തുണിയാണ്. നമുക്ക് കളർ പേപ്പർ ആണെങ്കിലും എടുക്കാനേ ഉള്ളൂ. തുണി കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം തുണി കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. ഇത് വലിയ തുണി ആയതുകൊണ്ട് 2ആയിട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ആ ഒരു കമ്പി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു സൈഡിൽ നല്ലപോലെ ഒന്ന് പശ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ബനിയൻ തുണി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ മൊത്തം ഫുള്ള് നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ചുറ്റിച്ച് അങ്ങനെ കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റിലും കുറച്ച് പശ തേച്ചിട്ട് ഞാനിത് ഇപ്പോൾ ഒട്ടിക്കുന്നുണ്ട്. ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്ക് സൈഡിൽ വെക്കണം. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. കാരണം നല്ലപോലെ ഒട്ടണം. അതുകൊണ്ട് കുറച്ച് നേരത്തേക്കിന് സൈഡിൽ വെക്കാം. ആ സമയത്ത് നമുക്ക് വുളൻ ത്രെഡ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വുളൻ ത്രെഡാണ് എടുക്കണേ. ഏത് ത്രെഡ് വേണമെങ്കിലും എടുക്കാം. ഇത് നമ്മൾ കയ്യിൽ ഒരു 50 റൗണ്ട് നല്ലപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കണം. നമ്മളൊരു ഡെക്കറേഷൻ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 50 റൗണ്ട് കഴിഞ്ഞ് സിസർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് കയ്യിൽ നിന്ന് പതുക്കി ഊരിയെടുത്തിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്തായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. ഒരു ചെറിയൊരു നൂല് പീസ് എടുത്തിട്ട് കെട്ടിക്കൊടുക്കണം. നല്ലപോലെ ഒരു 2 നോട്ട് കെട്ടിക്കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടുവേ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നടുവ കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ കൈവത്തൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നൂലെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾക്ക് കെട്ടിക്കൊടുക്കണ്ടെങ്കിൽ കെട്ടിക്കൊടുക്കണ്ട. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ കെട്ടുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പഴയൊരു ചീപ്പ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചീകി കൊടുക്കണം. ചെട വെള്ളം ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ട് നല്ലപോലെ ചീകി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ചീകി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 25 ഷെയ്ഡ്സ് ഉള്ള ഓയിൽ പേസ്റ്റർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു വയലറ്റ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് വയലറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഈ ത്രെഡിൽ കളർ ചെയ്ത് കൊടുക്കണം.
ഫുള്ള് കവർ ചെയ്ത് കളർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലപോലെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മണ്ടവശം അടിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ റിങ്ങിലേക്ക് ഗൺ ഗ്ലൂ കുറച്ച് തേച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഇനി കുറച്ചുകൂടി ഉണ്ടാക്കണം. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഡ്സും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വൈറ്റ് കളർ ബീഡാണ് ഫസ്റ്റ് ഒട്ടിച്ചു കൊടുക്കണം. നല്ല ഭംഗിയാണ്. ഏത് ബീഡ്സ് വേണമെങ്കിലും ഒട്ടിക്കാം. ഞാനിത് നടുവെയാണ് ഒട്ടിക്കണത്. രണ്ട് സൈഡിലും ഞാൻ പിങ്ക് കളറ് ബീഡ്സാണ് ഒട്ടിക്കണത്. നിങ്ങളുടെ അടുത്ത് ഏത് ബീഡ്സാണ് അവൈലബിൾ അത് ഒട്ടിച്ചു കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇത് രണ്ട് എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാനിത് രണ്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ കപ്സൊക്കെ വരുമ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് ഞാനിപ്പോൾ ഇവിടെ 8 പേപ്പർ കപ്സാണ് എടുത്തിട്ടുള്ളത്. പേപ്പർ കപ്സ് എല്ലാവരുടെ അടുത്ത് അവൈലബിൾ ആണ്. ഞാൻ മിനി പേപ്പർ കപ്പാണ് എടുത്തത്. ചായ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 8 എടുത്തിട്ടുണ്ട്. എത്ര വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് വാട്ടർ കളേഴ്സ് വെച്ചിട്ട് നല്ലോണം ഒന്ന് പെയിൻറ് അടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ലൈറ്റ് കളറാണ് എടുക്കണേ, യെല്ലോ കളറാണ് എടുക്കണേ. എന്നിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക്, ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് എടുക്കാം. ഇതെല്ലാം 8 ഗ്ലാസും നല്ലോണം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻസ് ചെയ്ത് കൊടുക്കണം. ഇത് പ്രോപ്പറായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രമേ കളർ അടിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു ആക്രലിക് പെയിൻ്റാണ് എടുക്കുന്നത്. റെഡ് കളർ ആക്രലിക് പെയിൻ്റ് എടുത്തിട്ട് ഫ്ലവേഴ്സ് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. ബ്രഷ് വെച്ച് ചുമ്മാ ഇങ്ങനെ ലൈൻസ് പോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലവർ പോലെ വരും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഒരു ബഡ്സ് എടുത്തിട്ട് ബ്ലൂ കളർ അഥവാ ഡാർക്ക് ബ്ലൂ കളറാണ് ഞാൻ എടുക്കുന്നത്. ഡാർക്ക് ബ്ലൂ കൊണ്ട് നമുക്ക് ബഡ്സ് വെച്ചിട്ട് ഡോട്ട്സ് ഉണ്ടാക്കി കൊടുക്കണം. ഓരോ ഡോട്ട്സ് അവിടെ എവിടെയായിട്ട് കുത്തി കൊടുക്കണം. അപ്പം നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കപ്സ് ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ മൊത്തം ഇങ്ങനെ ഡോട്ട്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസൈനും അടിപൊളിയാണ്. എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഡാർക്ക് ഗ്രീൻ കളർ ഡോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 4 ഡാർക്ക് ഗ്രീൻ ആൻഡ് 4 ഡാർക്ക് ബ്ലൂ ആണ്. എന്നിട്ട് നമുക്കൊരു സെറ്റ് പിൻ വെച്ചിട്ട് നല്ലപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. ചെറിയൊരു ഹോള്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയിൽ സിസർ വെച്ചിട്ടൊരു വലിയൊരു ഹോളും കൂടി ഉണ്ടാക്കിയെടുക്കണം. എല്ലാത്തിലും ഇങ്ങനെ ഉണ്ടായതിൻ്റെ ശേഷം നമുക്ക് നല്ലൊരു കട്ടിയുള്ള വുളൻ ത്രെഡാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ച ഹോളിൽ കൂടെ നമുക്ക് എല്ലാം ഈ ഒരു ത്രെഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ അകത്ത്. ഇപ്പം ഞാനിത് വെളിയിലോട്ട് എടുത്തിട്ടുണ്ട്. എത്ര വേണോ അത്ര എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു 2 നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോട്ട് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡ് വെളിയിലേക്ക് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കപ്പ് വെളിയിലോട്ട് പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് നേരത്തെ ഉണ്ടാക്കി വെച്ചത് അത് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കെട്ടിയിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇതേപോലെ തന്നെ കുറേ 2-3 ചുറ്റിയിട്ടാണ് നമ്മളിത് കെട്ടിക്കൊടുക്കുന്നത്. 2 നോട്ട് കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ അത് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. 2 നോട്ട് കെട്ടിയതിന് ശേഷം നമുക്ക് ഇതിനായിട്ട് സപ്പോർട്ട് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ത്രെഡ് എടുത്തിട്ടുണ്ട്. കളർ ത്രെഡാണ് ഞാൻ എടുക്കുന്നത്. അതിന് നമ്മൾ ഇങ്ങനെ
2-3 റൗണ്ട് ചുറ്റിയതിൻ്റെ ശേഷം ഒരു നോട്ട് കെട്ടിക്കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇത് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ കളർ ഉണ്ടാക്കിയത്. നല്ല രസമായിട്ടുണ്ട്, കാരണം ഫുള്ള് ഭംഗിയായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ കിടക്കുന്ന രസമുണ്ട് കാണാൻ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് പേപ്പർ കപ്പ് ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ അടിപൊളിയായിട്ടുള്ള കാശ് ചിലവില്ലാതെ എങ്ങനെ ഹാങ്ങിങ് ഉണ്ടാക്കാനാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ചെറിയ കപ്സ് എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ കാശ് ചിലവില്ലാതെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഹാങ്ങിങ് ഉണ്ടായിരിക്കുന്നത്. അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കിടക്കണ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബൈ ബൈ.